അട്ടപ്പളം സ്വദേശി കുട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് 40 വർഷം മുമ്പ് MLA കെ തോമസിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് സബ് സെന്റർ കെട്ടിടം നിർമ്മിച്ചത്. ഉപ്പുതറയിൽ നിന്നും ആരോഗ്യ പ്രവർത്തകർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ സേവനത്തിനെത്തിയിരുന്നു. കെട്ടിടം തകർച്ചയിലായതോടെ ഉദ്യോഗസ്ഥരുടെ വരവും നിലച്ചു. ചുറ്റും കാട് വളർന്ന പരിസരം ഇഴജന്തുക്കളുടെ താവളമായി മാറി. കുത്തിവയ്പ്, മെഡിക്കൽ ക്യാമ്പടക്കമുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രാദേശികമായ പ്രവർത്തനങ്ങൾ അടുത്തുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ ഒരു സിസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആഴ്ച ഒരിക്കൽ ഡോക്ടർ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു മരുന്ന് വാങ്ങിക്കുക, ഒരു വാക്സിൻ എടുക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഉപ്പാരെ കൊണ്ടുപോകണം. ഒരാൾക്ക് 70 രൂപ വണ്ടിക്കൂലി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്ര ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഒന്നെങ്കിൽ ഇത് പ്രവർത്തനം തുടരുക ഹെൽത്ത് സെൻ്ററായിട്ട്, ഇല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടം അവിടെ നല്ലൊരു അംഗൻവാടി പോലും ഇല്ല, അല്ലെങ്കിൽ അംഗൻവാടിക്കെങ്കിലും ഇത് കൊടുക്കണം. സബ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചതോടെ തോട്ടം തൊഴിലാളികൾക്കും ആശ്രിതർക്കും വേണ്ടി നടത്തിയിരുന്ന പ്രതിമാസ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി മുടങ്ങിയിരിക്കുകയാണ്. NHM ഫണ്ടിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പലതവണ സ്ഥലം സന്ദർശിച്ചെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. ആരോഗ്യവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കുമളി.